ഫ്രണ്ട്സ്, പെയിൻറ് അപ്ലൈ ചെയ്യുന്നതിനായി ഗണ്ണിലൊഴിക്കുന്നതിന് വേണ്ടി അതിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. വൈറ്റ് പെയിൻ്റാണ് അടിക്കുന്നത്. അടുത്തതായി ടിന്നർ കട്ട് ചെയ്തെടുക്കുകയാണ്. ടിന്നർ എയർ ഇരിക്കുന്നത് കൊണ്ടാണ് പേപ്പർ കട്ടറിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് മറ്റൊരു ബോട്ടിലേക്ക് ടിന്നർ അപ്ലൈ ചെയ്യും. എന്നിട്ട് പെയിൻറ്റിലൊഴിച്ച് മിക്സ് ചെയ്യും. ഇതാണ് ബോഡിക്കിലായിരിക്കുന്ന കളർ, വൈറ്റ് കളർ. ഈ ബോട്ടിലേക്കാണ് ടിന്നർ അപ്ലൈ ചെയ്യുന്നത്. ടിന്നർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പെയിൻറ്റ് ഒഴിച്ച് കലക്കുമ്പോൾ ബോട്ടിലിൽ നിന്ന് ലീക്കാവുകയൊന്നും ചെയ്യാതിരിക്കാനാണ്. കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ പെയിൻറ്റ് ഇതിലൊഴിച്ച് മിക്സ് ചെയ്യുന്നതിനാണ് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട്സ്, ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി പെയിൻറ്റ് മിക്സിംഗ് ആണ്. ടിന്നർ ഒഴിച്ച് പെയിൻറ്റിങ് മിക്സിംഗ് ആണ്. ഈ പെയിൻറ്റിൽ ഹാർണർ വരില്ല, ഓൺലി ടിന്നർ മാത്രമാണ്. കാരണം ഇത് അസ്പ പെയിൻ്റാണ്. ദോസ്തിലും സ്വരാജ് മസ്തയിലൊക്കെ അടിക്കുന്ന കുറഞ്ഞ അസ്പ പെയിൻ്റാണിത്. കാറിലൊക്കെ അടിക്കുന്നത് കൂടിയ പെയിൻ്റാണ്. പെയിൻറ്റ് ഗണ്ണിലേക്ക് ഒഴിക്കുന്നു. ഫുൾ പെയിൻറ്റും ഗണ്ണിലേക്ക് ഒഴിച്ചിരിക്കുന്നു. അടുത്തതായി പെയിൻ്റ് അടിയാണ്. ഈ ഇരിക്കുന്നത് മറ്റാരുമല്ല, ഇവിടുത്തെ പെയിൻറ്റർ തന്നെയാണ്. പെയിൻറ്ററിൻ്റെ ഓണറാണ് ഇരിക്കുന്നത്. കുറച്ച് കൂടിയ ടിന്നറും കൂടെ ഒഴിച്ചു കൊടുത്തു. അടുത്ത് നമുക്ക് നേരെ പെയിൻറ്റിങ്ങിലേക്ക് പോവാം. അശാന്ത് നടന്ന് പോവുകയാണ് വണ്ടി പെയിൻ്റ് അടിക്കാൻ വേണ്ടി. അങ്ങനെ പെയിൻ്റ് അടി തുടങ്ങി. ആദ്യമേ കമ്പികളെല്ലാം അടിച്ച് ഫിനിഷാക്കിയതിന് ശേഷമാണ് ബോഡി അടിക്കുന്നത്. കമ്പി അടിച്ചതിന് ശേഷം വണ്ടിക്ക് അകംവശം അടിക്കും. അകംവശമെല്ലാം അടിച്ച് ഫിനിഷായതിന് ശേഷം ഡോറെല്ലാം അടച്ച് വെച്ചതിന് ശേഷം പുറം ഫിനിഷ് ചെയ്യും. അതാണ് അടിക്കുന്നതിനുള്ള രീതി. എല്ലാത്തിൻ്റെയും ഇടവശവും അടിച്ച് കവറായ എന്ന സംശയം എല്ലാം തീർത്തതിന് ശേഷം പുറവശം അടിക്കും. ഒറ്റയടിയല്ല, രണ്ടടിയുണ്ട്. ഒരടി ചുമ്മാ ഓട്ടിച്ച് പോകുന്നു. രണ്ടാമത്തെ അടി ഫിനിഷ് ചെയ്ത് നോക്കി അടിക്കും. അരുമൂലയെല്ലാം നോക്കിയാണ് ഓണർ ചെയ്യുന്നത്. ഈ ഓട്ടോമൊബൈൽസ് ബാലരാമപുരം ജംഗ്ഷനിൽ വിഴിഞ്ഞർ റോഡ് വരുമ്പോൾ പനാറക്കുന്ന് ഇടുവ റോഡിൽ ദാസ് ആട്ടോ ഗാരേജാണ് ഓട്ടോമൊബൈൽസിൻ്റെ പേര്. ട്രിവാൻഡ്രം തന്നെയാണ് ഈ ഓട്ടോമൊബൈൽസ്. ഇവിടെ കാറ്, ബൈക്ക്, ലോറികൾ തുടങ്ങിയ എല്ലാ വണ്ടികളും ഇവിടെ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കപ്പെടും. അടുത്ത് മുതലാളി ചാടി മോളിൽ കയറുകയാണ് അകംവശം അടിക്കുന്നതിന്. പെയിൻറ്റ് തീർന്നെന്ന് തോന്നുന്നു. അടുത്തതായി പെയിൻറ്റ് പിന്നെയും അപ്ലൈ ചെയ്യുന്നു. ഇതൊക്കെ ഇവിടെ മറ്റേ വണ്ടികളാണ്, മുമ്പേ ചെയ്തിട്ടിരിക്കുന്ന വണ്ടികളാണ്. പുറംവശം ഒന്നും ചെയ്തിട്ടില്ല. പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ്. പ്രൈമർ അടിച്ച് സ്പോട്ട് ഇട്ടിട്ട് തേച്ച് പറക്കിയിട്ടിരിക്കുകയാണ് പുറംവശം. അകമെല്ലാം അടിച്ച് തീർന്നതിന് ശേഷം ഇറങ്ങി പുറം അടിച്ച് തീർക്കുന്നതാണ് വണ്ടി. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമില്ല. ഇത് പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് ഫ്രണ്ട് ഭാഗമില്ല. കമ്പിയും മറ്റുമെല്ലാം അടിച്ച് നോക്കുകയാണ്. ഇതാണ് പെയിൻറ്റും ടിന്നറും. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളിയായില്ലേ? ഇപ്പോൾ അടിക്കുന്നത് സെക്കൻഡ് കോട്ടാണ്. വണ്ടിയുടെ അടി കഴിഞ്ഞു. എങ്ങനെയുണ്ട് വണ്ടി? കണ്ണാടി കൂടുതൽ കിടക്കുന്നില്ലേ? ബാലരാമപുരം വിഴിഞ്ഞർ റോഡ് ഇടുവ ദാസ് ആട്ടോ ഗാരേജിൽ വന്നാൽ ഏത് വണ്ടിയും അടിപൊളിയാക്കി തരും. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻറ്റിനായി ആനന്ദ് വ്ളോഗ്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.